ഹലോ ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടില്ല, അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. മോൻ ഇന്ന് രാവിലെ ഫുഡൊക്കെ കൊടുത്തു. ഇന്നൊരു കാര്യം നടന്നു കേട്ടോ. ഇവൻ ഡാഡിയോട് കൂടി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഇന്ന് ബുധനാഴ്ചയല്ലേ, അപ്പോൾ ഇന്ന് പൂജ ഞാൻ പീഠത്തിലിരുന്ന് നമ്മൾ പ്രാർത്ഥന ചൊല്ലുന്നത് കുറച്ചേ ചൊല്ലുള്ളൂ കേട്ടോ. വ്യാഴാഴ്ച ശനിയൊക്കെയാണ് ഞാൻ 2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ ഇരുന്ന് പീഠത്തിലിരുന്ന് സ്തോത്രം ചൊല്ലുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് ഫ്രിഡ്ജൊക്കെ ഒന്ന് തുടക്കാം. ഫ്രിഡ്ജൊക്കെ കാലി. അപ്പോൾ അത് കാലിയായതുകൊണ്ട് ഞാൻ വിചാരിച്ചു എല്ലാം ഒന്ന് സോപ്പിട്ട് 2 ബക്കറ്റിൽ എല്ലാം വെച്ചു. എല്ലാം നല്ല ഭംഗിയായിട്ട് നാരങ്ങയിട്ടൊക്കെ തുടച്ചു. അപ്പോൾ അതൊക്കെ കണ്ണാടിയല്ലേ അതിൻ്റെ ട്രാക്കുകളൊക്കെ. അപ്പോൾ ഇവനെ ഞാൻ അധികം മൈൻഡ് ചെയ്തില്ല, കാരണം ഇവൻ എൻ്റെ ഇടയ്ക്ക് വന്ന് എൻ്റെ തോളിലൊക്കെ കയറി കഴിഞ്ഞാൽ ഈ കണ്ണാടി ട്രാക്ക് പൊട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മൈൻഡ് ചെയ്തില്ല. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഇവന് ഓടി വന്ന് എന്നെ ഉമ്മ തരുന്നു. എനിക്ക് അന്നേരം ഫോൺ എടുക്കാൻ പറ്റിയില്ല, കൈയൊക്കെ വെള്ളവും ഫോണ്. അപ്പോൾ നമ്മൾ പാസ്വേഡൊക്കെ തുറന്ന് വരുമ്പോഴത്തേക്കും കുറേ നേരമാവും. അപ്പോൾ ആ ഒരു കണ്ടൻറ്റ് കഴിഞ്ഞു. പിന്നെ ഇവൻ ഓടലും പിടിക്കലും ഒക്കെ ആയതാണ്. ഞാൻ ഓട്ടം പിടുത്തം സന്തോഷം അതൊക്കെ ഞാൻ അവനോട് മിണ്ടി ഉമ്മം കൊടുത്ത്, ഇടയ്ക്കിടയ്ക്ക് വന്ന് ഉമ്മം കൊടുക്കണം, കളിക്കണം, അങ്ങനെയൊക്കെയാണ് അവന് ഇഷ്ടമാണ് കേട്ടോ. ഇത് ഞാൻ കുറേ നേരം ഒരു 1-2 മണിക്കൂർ മൈൻഡ് ചെയ്യാതിരുന്നപ്പോഴേ കൊച്ചിന് എന്തോ പോലെ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ അതിപ്പോൾ അലക്കുന്നു. ചിലപ്പോൾ ഉച്ച കഴിഞ്ഞൊരു മഴ വരാറുണ്ട് കേട്ടോ, ചെറിയൊരു മഴ. അലക്കിടാമെന്ന് വിചാരിച്ചു. കൊച്ചിന് ചോറൊക്കെ കൊടുത്തു. ഇങ്ങനെ ഇരിക്കുന്നു. പൊന്നു ബാ. എൻ്റെ ഡാഡി ഇപ്പം അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഇപ്പോൾ ഉച്ചയ്ക്ക് വരുമായിരിക്കും. ചേച്ചിയില്ല, ചേട്ടൻ പോയി ഓഫീസിൽ. ബാ മന്നി ബാ, നമുക്ക് മുകളിലൊക്കെ പോവാം. ഇവിടെ ബാ, പൗഡറൊക്കെ ഇട്ട് തന്നിട്ട് പോവാം. ആ മുകളിലുള്ള ആൻറ്റിയൊക്കെ ചോദിക്കും പൊന്നിനെ മുകളിലുള്ള ആൻറ്റിമാരൊക്കെ കളിപ്പിക്കാറില്ലേ? പൊന്നു വൃത്തിയായത് കൊണ്ടല്ലേ എല്ലാവരും കളിപ്പിക്കണേ. ഇങ്ങോട്ട് വാ, ഇവിടെ കയറിയേ പൊന്നു. ബാച്ചോ കണ്ടോ, സ്നേഹത്തിൽ പറഞ്ഞാൽ കയറിക്കോളും കേട്ടോ. അവനോട് സ്നേഹത്തിൽ പറയണം, ദേഷ്യത്തിൽ പറഞ്ഞാൽ ഒന്നും നടക്കില്ല. അവന് ഗുഡ് ബോയ് എന്ന് പറയണം, സ്നേഹത്തിലൊക്കെ പറഞ്ഞാലേ എടുക്കുള്ളൂ. എന്നിട്ട് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു, വിളക്കൊക്കെ കത്തിച്ചിട്ട് ഇങ്ങോട്ട് വന്നു കേട്ടോ. ഭക്ഷണം കഴിച്ചിട്ടില്ല. ദോശയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നു. സാമ്പാർ വെക്കണം, വെണ്ടക്ക മെഴുക്ക് വരട്ടണം, അരിവേപ്പിലയും ഉരുളക്കിഴങ്ങും മെഴുക്ക് വരട്ടണം, പിന്നെ അച്ചിങ്ങ മെഴുക്ക് വരട്ടണം കേട്ടോ. ഇവിടെ മോസ്റ്റ് ഓഫ് പച്ചക്കറിയാണ് കേട്ടോ. ഞങ്ങൾ വല്ലപ്പോഴൊക്കെ അത് ചിക്കൻ മാത്രമേ മേടിക്കുള്ളൂ കേട്ടോ. പിള്ളേർക്ക് ചിക്കനാണ്, അപ്പോൾ അത് ചില്ലി ചിക്കനോ ഞാൻ കഴിക്കാറില്ല. പിള്ളേർക്ക് ചിക്കനും, ഹസ്ബൻഡ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു പീസേ കഴിക്കുള്ളൂ. ഇവിടെ കൂടുതലും പച്ചക്കറിയാണ് എനിക്കും ഒക്കെ ഇഷ്ടം. ഇപ്പോൾ പച്ചക്കറി ആയതുകൊണ്ട് ഞാൻ പച്ചക്കറിയാണ് കൂടുതൽ വെക്കുന്നത് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ മറ്റുള്ള മാംസങ്ങൾ റെഡ് മീറ്റൊന്നും ഞങ്ങളിവിടെ വീട്ടിൽ കയറ്റാറുമില്ല, കഴിക്കാറുമില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയാം. ചിക്കൻ മേടിക്കുന്ന പറഞ്ഞാൽ ഇവന് ചിക്കൻ മേടിക്കും, പിന്നെ ഇല്ലെങ്കിൽ മുട്ടക്കറി ഉണ്ടാവും, അങ്ങനെയൊക്കെ കേട്ടോ. പിള്ളേർക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ ഒരുപാട് ചിക്കനൊന്നും വെക്കില്ല കേട്ടോ. ഒരു 1/2 കിലോ ചിക്കൻ വെച്ചാൽ അതിങ്ങനെ ഇരിക്കും. പിള്ളേർക്കൊക്കെ 1 പീസോ 2 പീസൊക്കെ മതി, ഒരുപാട് അവർ കഴിക്കത്തില്ല. അപ്പോൾ അതിങ്ങനെ വെച്ച് ചൂടാക്കി പിള്ളേർക്ക് കൊടുക്കുകയില്ല. അങ്ങനെ ഞായറാഴ്ച വെച്ച് കഴിഞ്ഞാൽ തിങ്കളും ചൊവ്വയൊക്കെ ചൊവ്വാഴ്ച ഞങ്ങൾ എടുക്കത്തില്ല. ഞങ്ങൾ ശനി വ്യാഴം ചൊവ്വാഴ്ചയൊന്നും മുട്ടക്കറിയൊന്നും അങ്ങനെ വെക്കില്ല, പച്ചക്കറി കേട്ടോ. പിന്നെ ഇതൊക്കെ എല്ലാവർക്കും വെച്ച് കൊടുക്കുമ്പോഴേ ഞാൻ വല്ല മെഴുക്ക് വരട്ടിയോ ചാറ് കറിയൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ സൂപ്പറായി. പിന്നെ മോനിങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇന്നലെ വീഡിയോ ഇട്ടിട്ടില്ല, ഇന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. മോൻ്റെ വീഡിയോ ഒക്കെ ചെറുതായൊക്കെ എടുത്തിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചമ്മന്തിപ്പൊടിയും ഉണ്ട് കേട്ടോ കഴിക്കാമെന്ന് വിചാരിച്ചു. കൊച്ചിങ്ങനെ ഇരിക്കുന്നതാണ്. ഇനി ഞങ്ങൾ മുകളിലൊന്ന് തുണി വിരിക്കാൻ പോകണം. ഇനി ഡാഡിയും ചേട്ടനൊക്കെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരികയാണെങ്കിൽ അവനിങ്ങനെ ഭയങ്കര കുശാലായിരിക്കും കേട്ടോ. വന്ന് കിടക്കുന്നത് കേട്ടോ. ഞാൻ അലക്കുന്നുള്ളതുകൊണ്ടാണ് ഇവിടെ വന്ന് കിടക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. അപ്പോൾ അവൻ്റെ ചേച്ചിയില്ല. ചേച്ചി ഇന്നലെ പോയ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ചേച്ചി ഡൽഹിയിൽ മീറ്റിംഗാണ്. ഡൽഹിയുടെ മീറ്റിംഗ് കഴിഞ്ഞാൽ നേരെ അവിടെ നിന്ന് അവർ അടുത്ത ഫ്ലൈറ്റ് കയറി ബാങ്കോക്ക് പോവും. ബാങ്കോക്ക് എന്ന് പറയുന്നത് തായ്ലൻഡാണ് കേട്ടോ. ബാങ്കോക്ക് പോവും. അവിടുത്തെ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് ഇനി 11-ാം തീയതി വരുള്ളൂ കേട്ടോ. ഇപ്പോൾ 7-8 ദിവസം അവളുണ്ടാവത്തില്ല. അവന് ഭയങ്കര വിഷമം കേട്ടോ ചേച്ചി പോയപ്പോൾ ഇന്നലെ ഭയങ്കര വിഷമത്തിലൊക്കെ ആയിരുന്നു. ഇത് കണ്ടോ നോക്കുന്നത് ചേച്ചിയെ പറ്റി പറഞ്ഞപ്പോൾ. 5 പോയോ പൊന്നോ? 5 പോയോ? എൻ്റെ മോളുടെ 5 എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. അവളുടെ ശരിക്കുള്ള പേര് ഷെറി അശോക് എന്നാണ് കേട്ടോ.
മോൻ്റെ പേര് അച്ചു എന്നാണ് പെറ്റ് നെയിം വീട്ടിൽ വിളിക്കണമെങ്കിലും മോൻ്റെ പേര് ഷാരൂൺ അശോക് എന്നാണ് കേട്ടോ. അപ്പോൾ അതേ ഇത് കണ്ടോ, ചേച്ചിയെ പറ്റി പറഞ്ഞപ്പോൾ അവന് മനസ്സിലായി കേട്ടോ. അവൻ നോക്കുന്നുണ്ടോ, ചേച്ചി വരും കേട്ടോ. ചേച്ചി 11-ാം തീയതി വരും, ചേച്ചി 11-ാം തീയതി വരും. ഞാൻ ഈ ഫ്രണ്ട്സ് അടുക്കളയിൽ നല്ല പണിയിലാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മോൻ അടുക്കളയിലേക്ക് നോക്കി ഇവിടെ കിടക്കുന്ന കേട്ടോ. കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടതേ. കുറച്ച് ബാത്റൂമൊക്കെ കഴുകണം. ഇന്നലെയും ഡെയിലി ബാത്റൂം കഴുകും കേട്ടോ. ഞാൻ കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് വന്നിട്ട് ബാത്റൂമൊക്കെ കഴുകിയിട്ട് പിന്നെയും ഉച്ചയ്ക്ക് ഒന്നും കൂടെ കുളിക്കും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ പണികളൊക്കെ അടുക്കള പണികളൊക്കെ ചെയ്ത് പിന്നെ എല്ലാം തേച്ച് തുടച്ചൊക്കെ വച്ച് ഗ്യാസൊക്കെ തുടച്ചതിന് ശേഷം ബാത്റൂം കഴുകാൻ പോകും. കഴുകിയിട്ട് ഉടൻ തന്നെ കുളിക്കും. അപ്പോൾ ബാത്റൂമും ക്ലോസറ്റും കഴുകേണ്ട ഇതൊക്കെ ഞാൻ താഴത്തെ ഫ്ലാറ്റിലെ എല്ലാ സാധനങ്ങളും ഇരിപ്പുണ്ട്. അപ്പോൾ കുറച്ചായിട്ട് എടുത്തുകൊണ്ട് വരും കേട്ടോ. അങ്ങനെയൊക്കെയാണേ. രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരക്കല്ലേ, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കൽ, അതിൻ്റെ ഇടയ്ക്ക് കുളിക്കൽ. അപ്പോൾ ഒന്ന് പെട്ടെന്ന് കുളിച്ചിട്ടൊക്കെ വരും കേട്ടോ. വിളക്ക് കത്തിക്കാൻ വേണ്ടി ഒന്ന് പെട്ടെന്ന് കുളിച്ചിട്ട് വരും. എന്നിട്ട് എല്ലാവരെയും വിട്ടതിന് ശേഷം ഉച്ചഭക്ഷണമൊക്കെ വച്ചിട്ട് ബാത്റൂമൊക്കെ കഴുകിയിട്ട് എല്ലാ ബാത്റൂമും, താഴത്തെ ബാത്റൂമും കഴിയും, മുകളിലത്തെ ബാത്റൂമും കഴിയും. താഴത്തെ ബാത്റൂമിൽ ആരും യൂസ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ആഴ്ചയിൽ 3 ദിവസമേ കഴുകുള്ളൂ കേട്ടോ. മുകളിലത്തെ ബാത്റൂം 3 എണ്ണം ഡെയിലി കഴുകും. കഴുകിയിട്ട് അങ്ങനെ തന്നെ അങ്ങോട്ട് കുളിക്കാൻ പോകും. ആ ഉച്ച കുളിയാണ് നമ്മൾ ശരിക്കും ഒന്ന് കുളിക്കുന്നത് കേട്ടോ. എല്ലാ എണ്ണ തേച്ചും ഒക്കെ. അത് കഴിഞ്ഞ് വൈകുന്നേരം സന്ധ്യാവിളക്ക് വരുമ്പോഴും നമ്മൾ ഒന്ന് റഫായിട്ട് കുളിച്ചിട്ട് വരികയുള്ളൂ. അപ്പോൾ ഉച്ചക്കാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ തേച്ച് കുളിക്കുന്നത്, എണ്ണ തേച്ച് കുളിക്കുന്നതൊക്കെ ഉച്ചക്കാണ്. എല്ലാ പണികളൊക്കെ കഴിഞ്ഞ് ബാത്റൂമൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാം കുളിച്ച് നിൽക്കുമ്പോഴായിരിക്കും നമ്മുടെ ദീപക്കിൻ്റെ വരവ്. ദീപക്ക് 1 മണിയാകുമ്പോഴൊക്കെ എത്തുന്നത് കേട്ടോ. മാസ സാധനം മേടിച്ച താഴെ തട്ടി വെച്ചിട്ട് മുകളിലേക്ക് കുറച്ച് കൊണ്ടുവരും കേട്ടോ. താഴത്തെ ഫ്ലാറ്റ് ശരിയാക്കുമ്പോൾ ആ പരിപാടിയൊന്നും പറ്റൂല, എല്ലാം മുകളിലേക്ക് തന്നെ കൊണ്ടുവരണം. അപ്പോൾ ബാത്റൂം കഴിവേണ്ട ഹാർപ്പിക്കും ഇത് ക്ലോസറ്റ് കഴിയേണ്ട ഹാർപ്പിക്കൊക്കെ തീർന്നിട്ട് എല്ലാ ബാത്റൂമിലും ഇത് ഓരോന്ന് വച്ചേക്കും കേട്ടോ. അപ്പോൾ എല്ലാ ബാത്റൂമിലും ഉണ്ട്. ഒരു ബാത്റൂമിൽ കഴിഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ടത്തേക്ക് ഞാൻ ആ ബാത്റൂമിലത്തേക്ക് വേണ്ടി ഞാൻ എടുത്തുകൊണ്ട് വന്നു. ഇനി അതൊക്കെ കഴുകണം. എന്നിട്ട് സാമ്പാറൊക്കെ വെച്ച് താളിച്ചതിന് ശേഷം അടുക്കളയൊക്കെ തുടച്ചിട്ട് ഒന്നും കൂടെ ഒരു കുളിയുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ വിയർക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ അതുകൊണ്ടാണ് എനിക്ക് എപ്പോഴെപ്പോഴും അസുഖം വരുന്നത്. കാരണം പനിയൊക്കെ വരുന്നത് നമ്മൾ വിയർപ്പോടെ ചെന്ന് രാവിലെ കുളിക്കും. രാവിലെ എല്ലാം ഓടി രാവിലെ ഞാൻ അകം അടിച്ചു വാരും. വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് അകം അടിച്ചു വാരും. കാരണം ദീപക്ക് വരുമ്പോൾ വൈകൂലേ. അപ്പോൾ അതുവരെ നമ്മൾ അകമൊന്നും അടിച്ചു വാരാതെ നമുക്ക് വിളക്ക് കത്തിക്കാൻ പറ്റില്ല. പൂജാ റൂമൊക്കെ തുടച്ച് വരുമ്പോൾ തന്നെ ഒത്തിരി നേരമാവും. അപ്പോൾ അകമൊക്കെ ഒന്ന് റഫായിട്ട് ഞാൻ അടിച്ചു വാരിയിട്ടൊക്കെയാണ് വിളക്ക് കത്തിക്കുന്നത്. അത് കഴിഞ്ഞാണ് ദീപക്ക് വന്ന് തൂക്കലും തുടക്കലൊക്കെ. അപ്പോൾ എന്താണെന്ന് പറയുമ്പോൾ നമ്മൾ ഈ വിയർത്തോട് ചെന്ന് കുളിക്കുമ്പോഴാണ്, രാവിലെ ചെന്ന് കുളിക്കുമ്പോൾ പിന്നെ അതോടെ വന്ന് പിന്നെയും വിയർക്കുന്ന. പൂജാ റൂമിൽ നല്ല വിയർപ്പായിരിക്കും. അവിടെ 1-1.5 മണിക്കൂർ ചിലവഴിക്കും. പിന്നെ അടുത്ത പണി. അപ്പോൾ തലയൊക്കെ വിയർക്കും, ശരീരം വിയർക്കും. അപ്പോൾ വിയർപ്പ് വരുമ്പോൾ നമുക്ക് ഇറിറ്റേഷനാവും. പിന്നെയും ചെന്ന് അങ്ങനെ കുളിക്കും ഉച്ചക്ക്. അതിൻ്റെ കൂടെ എണ്ണയൊക്കെ ഇതൊക്കെ ആകുമ്പോൾ എന്താണെന്നറിയാമോ, പനി പിടിക്കും. അങ്ങനെയാണ് എനിക്ക് എപ്പോഴും കോൾഡും പനിയൊക്കെ വരുന്നത് കേട്ടോ. അത് ഡോക്ടർ പറഞ്ഞു അങ്ങനെ ചെയ്യരുത്, കുറേ നേരം ഇരിക്കണം, വിയർപ്പ് താഴണം എന്നൊക്കെ. പക്ഷെ അതിനുള്ള ടൈമില്ല. അപ്പോഴത്തേക്കും നമ്മൾ അടുത്ത പണിയുടെ ഇതായി. പിന്നെ മോനുണ്ട്, ഒക്കെ നോക്കണം, മോനെ നോക്കണം. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ കുളിക്കാൻ കയറുന്ന സമയത്തായിരിക്കും ദീപക്ക് വരുന്നത്. അല്ലെങ്കിൽ ദീപക്ക് വന്നതിന് ശേഷം കുളിക്കാൻ കയറണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവൻ വരുന്നതിന് മുമ്പ് ഉച്ചത്തെ കുളി കഴിഞ്ഞിരിക്കും കേട്ടോ. ഇല്ലെങ്കിലായിരിക്കും വന്ന് കോളിമേൽ കെട്ടുമ്പോൾ ആരും ഉണ്ടാവില്ല തുറക്കാൻ. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ. അതാണ് ഈ എപ്പോഴെപ്പോഴും പനിയും കോൾഡും ചുമയൊക്കെ വരുന്നത് കേട്ടോ. പോകുന്നതാണ് ക്ലബിലെന്തോ ഫെസ്റ്റിവൽ. അപ്പോൾ അവിടെ റെക്കോർഡൊക്കെ വെച്ചിരിക്കുന്നത്, അതിൻ്റെ സൗണ്ട് കേട്ടിട്ട് കേട്ടോ നോക്കുന്നേ. അവിടെ ഹലോ ടെസ്റ്റിംഗ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് അവൻ പെട്ടെന്നുള്ള സൗണ്ട് കേട്ടപ്പോൾ, ഇന്നലെ രാത്രിയൊക്കെ അവിടെ ഫെസ്റ്റിവലായിരുന്നു. ഇന്നും എന്തൊക്കെ ഉണ്ട് കേട്ടോ. ആ സൗണ്ട് കേട്ടിട്ട് നോക്കുന്ന ഗൈസ്. തുണികൾ വിരിക്കാൻ വന്നപ്പോൾ മുകളിലേക്ക് കയറി വന്നു കേട്ടോ. അവിടെ ചെന്ന് നോക്കുന്ന കേട്ടോ. അവിടുത്തെ വീട്ടിലെ കുട്ടിയാണ് നോക്കുന്നത്. ആ കുട്ടി അവിടെ നിൽക്കുന്ന, അവനോട് സംസാരിക്കാനാണ് കേട്ടോ. ദാദാ പൊടിയിച്ചേ, ട്യൂഷൻ കൊറിയിച്ചേ, തുമ്മി പഠിക്കുന്നവൻ. അവന് സ്കൂളിൽ പോകാൻ പോകുന്നു. വായോ
ഇതാണ് കേട്ടോ, എല്ലാവരോടും സംസാരമാണ്. പക്ഷേ ഇവൻ്റെ ഇത്തിരി ഹസ്കി വോയിസ് ആയതുകൊണ്ട് ബാ ഇത് കണ്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് മോളിൽ കയറി വന്നാൽ എൻ്റെ കൂടെ തുണി വിരിക്കാൻ വന്നതാണ് കേട്ടോ. ദേ തുണി വിരിക്കാൻ വന്നതാണേ. അപ്പോൾ കാണുന്നതാണ് ദേ മോളിൽ വന്ന് ബുള്ളറ്റിനെ നോക്കുന്നു, അവളെയും വിളിക്കുന്നു. അവിടെ ആളില്ല, അവിടെ അച്ഛനും അമ്മയൊക്കെ ജോലിക്ക് പോയാൽ അമ്മൂമ്മ ദേ ദീദിയായിട്ടിരിക്കുന്നു, ദേ വിളിക്കുന്നു. കണ്ടോ 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 കണ്ടോ. വീഴല്ലേ പൊന്നാ, വീഴല്ലേ. മമ്മി പിറകെ ഉണ്ട് കേട്ടോ, ആരും പ്രതീക്ഷിക്കണ്ട കേട്ടോ. അവനിങ്ങനെ മതിൽ ചാടിയിരിക്കുന്ന സമയത്ത് ഞാൻ ബാക്കിലുണ്ട് കേട്ടോ, ക്യാമറയായിട്ട്. വിളിക്കണ്ട. അതെ സ്കൂബീന്ന് വിളിക്കുന്ന അമ്മൂമ്മ, ദീദ വിളിക്കുന്നുണ്ട് സ്കൂബീന്ന്. ബാ പോവാ, നമുക്ക് മോട്ടർ ഓഫ് ചെയ്യാം. ബാ മോട്ടർ ഓഫ് ചെയ്യാം. ബാ ബാ പൊന്നാ വന്നേ. ഇല്ല അവൾ ഉറക്കത്തില്ല, അവൾ ഗുമായിച്ചേ ആയി 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 പോറേ ആശു പോവും. ബായ്. ആ ബാ 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 എൻ്റെ പിറകെ ഇങ്ങനെ നടന്നോളൂ കേട്ടോ. അടിച്ചിട്ട് വരാം. ബാ മോട്ടർ അടിച്ചിട്ട് വരാം. മമ്മി താഴെ പോകുന്നു, മോട്ടർ ബന്ദ് ചെയ്യാൻ പോകുന്നു. ബാ ബാ ഇരിക്കാം. ബാ വരട്ടെ. അപ്പോഴേ ഗൈസ് ഞങ്ങൾ മുകളിലത്തെ മോട്ടറിൽ ഒരു ഇത് വച്ചിട്ട്, അത് ഓട്ടോമാറ്റിക് മോട്ടർ ഓഫ് ചെയ്യേണ്ട സിസ്റ്റം വെക്കാൻ വേണ്ടി ഇരുന്നതാണ് കേട്ടോ. മുകളിൽ വീട് വെച്ചപ്പോൾ അപ്പോൾ ഇലക്ട്രീഷ്യൻ ഇതുവരെ അവന് കമ്പനിയിൽ കുറേ പണിയുള്ളതുകൊണ്ട് അവൻ വന്നില്ല കേട്ടോ. അപ്പോൾ അവൻ വരാമെന്ന് പറഞ്ഞു. വന്നു കഴിഞ്ഞാൽ മുകളിൽ നമുക്ക് പിന്നെ അപ്പം ഈ മോട്ടർ അടിക്കാനൊന്നും താഴെ വരണ്ട, കാരണം 2 മോട്ടറിൻ്റെ ഇത് ഇരിക്കുന്ന താഴെയാണ് കേട്ടോ. പിന്നെ വാടകക്കാർ വന്നാലും അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് മുകളിലത്തെ 2 ടാങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് നിറയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആയിക്കോളും, അങ്ങനത്തെ സിസ്റ്റം വെക്കാനാണ്. അപ്പോൾ നേരത്തെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രമല്ലേ ഉണ്ടായിരുന്നത്, ഇപ്പോൾ അല്ലേ മുകളിൽ. ഇത് 4 നിലയുടെ പ്ലാനിങ് ആണ്. പുറത്ത് പോയിട്ട് ചുറ്റിയിട്ട് വാ, നമുക്ക് ദീപക്ക് വരണുണ്ടോ എന്ന് നോക്കാം കേട്ടാ. വാ പുറത്ത്. പിന്നെ എപ്പോഴും ഒന്ന് മുകളിലും പുറത്തൊക്കെ കൊണ്ടുപോയില്ലെങ്കിൽ അവന് ദേഷ്യം വരും. ആ ക്ലബിൽ അലവൻസ് റെക്കോർഡ് വെച്ചിക്കണോണ്ടേ ഭയങ്കര ഒച്ച. കുറച്ച് നേരം പിന്നെ ഇങ്ങനെ റോഡിൽ ചുറ്റിച്ച്, റോഡല്ല ഞങ്ങളുടെ വീട്ടിൻ്റെ അകത്ത് കേട്ടോ, ഒന്ന് ചുറ്റിച്ച് മുകളിലൊക്കെ ഒന്ന് ചുറ്റിക്കും ഞാൻ ഇടയ്ക്കിടയ്ക്ക്. വേറെ റോഡൊക്കെ കാണട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. കണ്ടോ റോഡൊക്കെ കണ്ടോ, വണ്ടിയൊക്കെ കണ്ടോ, വണ്ടിയൊക്കെ കണ്ടോ, റോഡൊക്കെ കണ്ടോ. ആ ഇനി റോഡിൽ നിന്ന് എല്ലാവരും വിളിക്കും, സ്ട്രീറ്റ് പപ്പിയെ വിളിക്കുന്നു. ঠিক আছে, ভালো আছে, ঠিক আছে. বাহ 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 বাহ, പൊക്കോ 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 പൊക്കോ. പൊന്നാ പൊന്നാ ദേ പോകുന്നു മമ്മി. ഇതാണ് റോഡ് കണ്ട പിന്നെ ഇങ്ങോട്ട് വരൂല കേട്ടോ. ആരും ഇല്ല അവിടെ, നീ വിളിക്കണ്ട ആരെ. ആ ദേ അതാ അതെ ഇങ്ങനെ വന്നേ വന്നേ വന്നേ. বাহ পরে আসবে, পরে পরে ও বৃষ্টি হনে পরে, কোন তো বৃষ্টি পড়বে উপর থেকে কাজ। আমাকে একটু রসাই দরকার আছে, রসাই সেলাই করবে না। আগে বাস পূজাকে একটু আগে আসো, পূজাকে একটু আগে, ঠিক আছে ঠিক আছে. അതെ പഞ്ഞിക്കാരനാണ്. നമ്മൾ റസായി പഞ്ഞിയുടെ മെത്തേക്ക് ഇയാളെ വിളിച്ചാൽ ഞങ്ങൾ തയ്പ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ മഴ പെയ്യുന്നതുകൊണ്ട് ടെറസിൻ്റെ മുകളിൽ വെച്ച് പണി ചെയ്യാൻ പറ്റില്ല, മഴ പെയ്ത് നനയുമല്ലോ. നമ്മുടെ പഞ്ഞിയൊന്നും ഉണക്കാൻ പറ്റില്ല. ഇവർ ഉണക്കി അവിടെ ഇരുന്നുകൊണ്ട് തന്നെ 1-2 മണിക്കൂർ കൊണ്ട് നല്ലവണ്ണം അടിച്ച് ചെറിയ മെത്ത, അതായത് നമ്മുടെ യൂഫോമിൻ്റെ ബെഡിൽ കിടക്കുന്നവർക്ക് നടുവേദന എനിക്കുള്ളതുകൊണ്ട് ഞാൻ ആ ബെഡിൻ്റെ മുകളിൽ ഒരു പഞ്ഞി മെത്ത നേരത്തെ ഉണ്ടായിരുന്നതൊക്കെ കൊടുത്തു കേട്ടോ. പഴയത് ഒരു പുതിയ പഞ്ഞി മെത്ത തയ്ക്കാനാണ്, അതിനാണ് അങ്ങനെ വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പൂജയുടെ കുറച്ച് മുമ്പ് ഓണം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. ഓണം കഴിഞ്ഞിട്ട് ഇവരുടെ ദസറയാണ് കേട്ടോ പൂജ. അപ്പോൾ ആ പൂജയ്ക്ക് മുമ്പ് വന്ന് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇത്തിരി മഴ കുറേ കുഞ്ഞി ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ട്. ചേച്ചിമാരൊക്കെ ചേച്ചി ചേട്ട കണ്ടോ, സ്കൂളിൽ പിള്ളേർ പോകുന്നുണ്ടോ? തുമി സ്കൂളിൽ ജാബന്ന, നീ സ്കൂളിൽ പോകുന്നില്ലേ? ആയ് ബാബാ ഓ ജായിച്ചേ. ആ കൊച്ചു പിള്ളേരെ കാണുമ്പോൾ ഇവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മോൻ സ്കൂളിൽ പോകണോ? മോനെ സ്കൂളിൽ പോകണോ? സ്കൂൾ ഡ്രസ്സൊക്കെ ഇട്ട് സ്കൂളിൽ പോകണോ പഠിക്കാൻ? ചേച്ചിമാരൊക്കെ സ്കൂളിൽ പോകുന്നുണ്ടോ? സ്കൂളിൽ പോകുന്നുണ്ടോ? പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ടോ? കണ്ടോ നീ കണ്ടോ? കുഞ്ഞു കുഞ്ഞു ചേച്ചിമാരൊക്കെ ഇവിടെ ഒരു മംഗളാമിടി സ്കൂളുണ്ട്, അവിടെയാണ് ആ പോകുന്നത്. കണ്ടില്ലേ, നമ്മുടെ വീടിൻ്റെ അടുത്തൊരു സ്കൂളുണ്ട്, കണ്ടോ പോകുന്നത് കേട്ടോ. അപ്പം ഞാൻ ഗ്രില്ല് പോയിട്ട് ഗ്രില്ല് പൂട്ടിയിട്ടുണ്ടല്ലോ, പോയിട്ടൊക്കെ വരാം. അപ്പോഴത്തേക്കും പോയി
ഇനി കുറച്ച് അടുക്കളപ്പണിയൊക്കെ ഉണ്ട്. അടുക്കളയൊക്കെ തുടക്കണം. അപ്പോഴത്തേക്ക് കുളിച്ച് കഴിയുക, അടുക്കള തുടക്കണം, ബാത്റൂം കഴിയണം. കുളിച്ച് കഴിയുമ്പോഴത്തേക്കും ദീപക്ക് വരും. ബാ പൊന്നു ബാ ബാ, മമ്മി പണിയുണ്ടടാ കണ്ണാ, ബാ വച്ചു ബാ. ഇങ്ങനെ എൻ്റെ പുറകെ നടക്കും കേട്ടോ, ഞാൻ മാത്രമാണെങ്കിൽ. ബാ പൊന്നു ബാ, കുളിക്കണം മമ്മിക്ക്, ബാത്റൂമൊക്കെ കഴിയണം. വന്നേ വന്നേ, ബാ ബാ, കം കം കം, ഗുഡ് ബോയ് വന്നേ. ആ ഗുഡ് ബോയ്, ഗുഡ് ബോയ്, കയറിക്കോ. ഗുഡ് ബോയ് ആണ് കേട്ടാ. ഇങ്ങനെ എൻ്റെ പിറകെ നടക്കും ഗൈസ്. വെള്ളം കുടിച്ചാ റോഡ് ഇവിടെ നിന്ന എല്ലാവരും പോണതും വരണതൊക്കെ കാണാൻ കേട്ടോ. അതാണ്. അങ്ങനെ ഞങ്ങൾ ഇന്ന് താഴെ പോയി സ്കൂൾ പിള്ളേരെയൊക്കെ കണ്ടു. കുറച്ച് നേരം അങ്ങനെ വെച്ച് ആ പിള്ളേരെയൊക്കെ കാണുമ്പോൾ ഇവന് മനസ്സൊരു നല്ലൊരു സന്തോഷമുണ്ടാവും കേട്ടോ. മോളിൽ ചെന്ന ഒരു ചേട്ടനെ കണ്ടു. മോളിൽ ചേട്ടനെ കണ്ട മോൻ ബുള്ളറ്റിനെ അതിൻ്റെ ഇടയ്ക്ക് കാണാൻ പോയി. അപ്പോൾ ഇന്നത്തെ മോൻ്റെ വിശേഷങ്ങളൊക്കെ ഇതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഓക്കെ, നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്. ഒത്തിരി പണിയുണ്ട്, ബാത്റൂമൊക്കെ കഴുകണം, കുളിക്കണം. ഓക്കെ ബായ്.